ഇസ്തിആദത്ത് എന്ന് പേരിട്ടാലും ഇസ്തിഗ്ഫാർ എന്ന് പേരിട്ടാലും നിർവഹിക്കുന്ന കാര്യം പ്രാർത്ഥനയാണ്, ദുആ ആണ്. അത് ജിന്നിനോടാണെങ്കിലും മലക്കിനോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും എല്ലാം ശിർക്കിന്റെ പട്ടികയിലാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം അത്രയും സമൂഹത്തെ പഠിപ്പിച്ചു. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടാണ് മൂപ്പര് മറുപടി. അതിന് അഹ്സനി പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. അല്ലേ, മക്കയിലെ മുശ്രിക്ക് ജിന്നിനെ വിളിച്ചിരുന്നു. എന്താ ഇമാം ഖുർത്തുബി പറഞ്ഞത്? അത് ശിർക്കാണെന്നാ. നിങ്ങളെ മൗലവിയോ ജിന്നിനോട് തേടൽ ശിർക്കല്ല. എന്ത് പറയാണ്ട് നിങ്ങൾക്ക്? അതാ ഞങ്ങൾ ഈ സഹായം തേട്ടത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് പറയുന്നത് മാന. അതെങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്കറിയാം സഹായാർത്ഥനയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇനി പ്രാർത്ഥന എന്ന മറ പിടിച്ച് രക്ഷപ്പെടാനേ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. പ്രാർത്ഥന അള്ളാഹിനോടൊന്ന് ഞങ്ങളും വാദാണ്. അതിനിവിടെ തർക്കല്ല മൗലവി. സഹായതേട്ടന്മാരോട് അതിങ്ങോട്ട് പറയും. ഇവര് പ്രാർത്ഥന എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ മുസ്ലിയാർ കൃത്യമായിട്ട് പറയുന്നു, പ്രാർത്ഥന എന്ന വിഷയത്തിൽ തർക്കമില്ല. അത് മുസ്ലിയാക്കന്മാരുടെ വാദമാണ്. ഇൻഷാ അല്ലാഹ് മുജാഹിദ് എന്ന നിലക്ക് വേറെ മറുപടി പറയാനുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരേപോലെ ഒരുമിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ഇപ്പോൾ എഴുതി വെച്ചത് മുഴുവൻ എന്താ? സഹായം ചോദിക്കൽ, രക്ഷ തേടൽ, പൂജ, അതുവരെ ശിർക്കല്ല, ഉത്തരം കിട്ടുന്ന കാര്യമാണെന്നാ. അത് അതേപോലെ വാദമായി എഴുതുവാൻ മുസ്ലിയാക്കന്മാർ ആവശ്യപ്പെടുമ്പോ കുതറി മാറുവാൻ വേണ്ടി പറയുന്നു. രക്ഷ തേടുക എന്ന പ്രാർത്ഥന, സഹായം തേടുക എന്ന പ്രാർത്ഥന, അത് ശിർക്കാണ്. എന്താറിയോ? പ്രാർത്ഥനയെ കുറിച്ച് ശിർക്കാണ് എന്നൊരു വാചകം ഒരു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എത്തിക്കാൻ, അതിലേക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് വരാം. പിന്നെ ഇവിടെ വീണ്ടും അതിന്റെ അടുത്ത ഭാഗങ്ങൾ കേൾക്കാൻ കഴിയും. ഉമർ മൗലവിക്ക് ഈ വിഷയത്തിൽ ഒരു വാദമുണ്ടായിരുന്നു. കുഞ്ഞീദ് മദനിക്ക് ഒരു വാദമുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ പോയിപ്പോ? നിങ്ങൾ എവിടെ ഉള്ളത്? ഉമർ മൗലവി പറഞ്ഞത് പ്രാർത്ഥനയല്ല, സഹായാർത്ഥനയാണ്. സഹായം തേടൽ, ജിന്നിനോട് സഹായം തേടൽ, മലക്കിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് അയാൾ പറഞ്ഞത്. അത് നിങ്ങൾ വിട്ടോ? അത് തന്നെയാണ് മാറ്റമെന്ന് ഞങ്ങൾ പറഞ്ഞത്. വ്യക്തമാണ്. അതുകൊണ്ട് അനസ് മൗലവി, നിങ്ങൾ ആ പറഞ്ഞുണ്ടല്ലോ, വിഷയത്തിലേക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ശരിയാവും, നിങ്ങൾ ശരിയാവും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ പണിയെടുത്തിന് മുതലായിട്ടുണ്ട്. ഒരുപാട് വിഷയം ജിന്നു ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എന്നെ തോന്നിയല്ലോ നിങ്ങൾക്ക്. കാരണം എന്താ? നിങ്ങൾ അടിത്തറ മാന്തുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അവിടെ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. പറ്റൂല. എന്തുകൊണ്ട്? നിങ്ങൾ ഉമർ മൗലവി പഠിപ്പിച്ചത് പ്രാർത്ഥനയല്ല, സഹായതേട്ടമാണ്. കുഞ്ഞീദ് മദനി പഠിപ്പിച്ചത് സഹായതേട്ടമാണ്. അതുപോലെ തന്നെ അൽമനാർ പഠിപ്പിച്ചത് സഹായതേട്ടമാണ്. അതെഴുതിക്കൂടെ? അതെഴുതുന്നതിന് എന്താ ഒരു പ്രയാസം? അപ്പൊ വ്യക്തമാണ്. പള്ളിപ്പടി ഉപ്പാപ്പ വഹിയദ്ദീൻ, ഞങ്ങളതിന് 10,000 തവണ റെഡിയാണ്. ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഞങ്ങളെ ഈ പ്രവർത്തകർ തന്നെ ഈ വിഷയത്തിൽ തയ്യാറായി കഴിഞ്ഞു. പള്ളിപ്പടി ഉപ്പാപ്പ, മുഹിയുദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ് എന്നിത്യാദിയുള്ള സഹായതേട്ടം അത് ശിർക്കല്ല എന്ന് ഞങ്ങൾ തെളിയിക്കും. ആയത്ത് ഞങ്ങൾ ഉദ്ധരിക്കും, ഹദീസ് ഉദ്ധരിക്കും. പക്ഷേ ഞങ്ങളും നിങ്ങളും ഒരു കാര്യത്തിൽ ഐക്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? അദൃശ്യ ശക്തികളെ നിങ്ങൾ വിളിക്കുന്നു, ജിന്നുകളെ മലക്കുകളെ ഞങ്ങൾ വിളിക്കുന്നു. അവ രണ്ടും സമമാണ്. കൃത്യമായി ഞങ്ങൾ പറഞ്ഞു. വിളിക്കൽ ശിർക്കല്ല എന്ന് എഴുതി വെച്ച ഇസ്ലാഹ് ഞാൻ കാണിച്ചു, വ്യക്തമായി കാണിച്ചു, ഇസ്ലാഹ് മാസിക. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാഹ് മാസികയിൽ പകൽ സമയത്ത് നടന്നു പോകുന്ന വിജനമായ സ്ഥലത്ത് അതാ മലക്കിനെ വിളിച്ച് ജിന്നിനെ വിളിച്ച് സഹായം തേട്ടൽ ശിർക്കല്ല എന്ന് നിങ്ങളെ ജബ്ബാർ മൗലവി ജംഇയ്യത്തിന്റെ നേതാവ് എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയാൻ എന്താ നിങ്ങളെപ്പോലെയുള്ള അയാളെ അനുയായികൾക്കൊരു പേടി? അവിടെയാണ് നമ്മളെ വിഷയം. ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല, കൃത്യമായി പറഞ്ഞു. ഇപ്പെന്തേത് പ്രാർത്ഥനയായി? ഒഴിഞ്ഞു മാറ്റമാണത്. പി ഉണ്ണിയൻകുട്ടി മൗലവിയും അതുപോലെയുള്ള പഴയകാല പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്ത ജംഇയ്യത്തുൽ ഉലമയുടെ ഇപ്പോഴത്തെ നേതാവാണ് പോലും ജബ്ബാർ മൗലവി. പിന്നെ എന്റെ കാര്യം എടുക്കാനില്ലല്ലോ. ഏതാണ്ട് എല്ലാവർക്കും കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. ഉമർ മൗലവിയും കുഞ്ഞീദ് മദനിയും വളരെ കൃത്യമായി മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം, സഹായാർത്ഥന, അത് ശിർക്കാണ് എന്ന് കൃത്യമായി പറയുമ്പോ ജബ്ബാർ മൗലവി ജിന്നിനോടും മലക്കിനോടുമുള്ള സഹായതേട്ടം ശിർക്കല്ല എന്ന് കൃത്യമായി പറയുന്നു. ഈ ജബ്ബാർ മൗലവിയുടെ അരുകെ പിടിച്ചുകൊണ്ടാണ് ഈ പുളിക്കലങ്ങാടയിൽ
4-5 തവണ എന്റെ സുഹൃത്ത് മുനീർ സംസാരിച്ചത്. ഇതേ ചോദ്യങ്ങൾ, ഇതേ വിഷയങ്ങൾ, ഇതേ നൗഷാദ് ഹസനി 100 കണക്കിന് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ട് മുനീറിനും ചക്കരപ്പറമ്പിൽ അനസിനും മട്ടാഞ്ചേരിയിൽ ഹനീഫക്കും ഇനി എവിടേക്ക് നടക്കാണ്ടെങ്കിൽ അവിടെ മറ്റാർക്കും ഉത്തരം പറയാൻ കഴിയാതെ പോയ വിഷയം അതാണ്. എന്താ കാരണം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വിട്ടു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു നോക്കൂ, ഇവർക്ക് മറുപടി പറയാൻ കഴിയും. കാരണം അത് വളരെ വ്യക്തമാണ്, അത് വളരെ കൃത്യമാണ്. അതിൽ ആർക്കും ഒരു ശങ്കന്റെ പ്രശ്നമില്ല, അതുകൊണ്ട് ആശങ്കയുമില്ല. എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ആ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോ മറിച്ച് പുതിയ വാദഗതികൾ മതത്തിന്റെ അതും സലഫിസത്തിന്റെ പേര് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ നിന്ന് തലകറങ്ങുകയല്ലാതെ മറ്റു ഒരു നിലക്കും പ്രതികരിക്കാൻ കഴിയില്ല. ഇനി ഉമർ മൗലവിയുടെ വിഷയത്തിൽ അനസിനൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി അറിയാം? ഉമർ മൗലവി പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോ മറിച്ചൊരു ചോദ്യത്തിലൂടെ ഞാൻ പറഞ്ഞില്ല, മുസ്ലിയാക്കന്മാരെ കൊടുത്തു വന്നാണ്. പൂച്ച ഏത് വീട്ടിലാണെങ്കിലും കാലുത്തി വീണാനെന്നറിയാലോ, അത്രയുള്ളൂ. അതുകൊണ്ട് ആ ഒരു മെയ്വഴക്കത്തിന്റെ പേരിൽ തൽക്കാലം ഉമർ മൗലവിയുടെ വിഷയത്തിൽ രക്ഷപ്പെടാൻ ഒരു ശ്രമം നമ്മളെ അനസ് മൗലിയർ നടത്തുന്നുണ്ട് കേട്ടോ. ഓ, ഞങ്ങൾ എഴുതിയത് ഉമർ മൗലവി പറഞ്ഞതിന് വിരുദ്ധാണെന്നാ. ഉമർ മൗലവി പറഞ്ഞതിന് വിരുദ്ധാണ്. അതായത് മുഹീദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണേ, ബദ്രീങ്ങളെ കാക്കണേ, പള്ളിപ്പെടുത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹുല്ലാത്തുള്ള പ്രാർത്ഥന ശിർക്കാണ്. ഇതിന് ഉമർ മൗലവി എതിരാണ്. അപ്പൊ എതിരല്ല, ഉമർ മൗലവി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. എതിരല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. എതിരാണെന്ന് എത്ര നേരം പറഞ്ഞു. പറയുന്നത് കേട്ടോ, ഇനി പറയുന്നത് കേട്ടോ, അത് സമ്മതിച്ചു കഴിഞ്ഞു. ഇനി പറയുന്നത് കേട്ടോളൂ. അപ്പോ ഉമർ മൗലവി ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് കിട്ടി. ഉമർ മൗലവി ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചു തരണമായിരുന്നു. നിങ്ങൾ തെളിയിക്കുക, അതിനെതിരെ ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ ഏതായിരുന്നാലും ഉമർ മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു. അപ്പൊ സംഗതി ഏതായിരുന്നാലും ഇപ്പോൾ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അത് എലി പെട്ടിയിൽ വീണു എന്ന കോലത്തിലുള്ളത്. എലി പെട്ടിയിൽ വീണു എന്ന കോലത്തിലുള്ളത്. നിങ്ങൾ അങ്ങനെ എളുപ്പം പോകണ്ട, കുറച്ചേരം ഇരുന്നിട്ടൊക്കെ പോയാൽ മതി. അങ്ങനെ ഇരുത്തിയിട്ടേ വിടുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും പെട്ടിയിലാണുള്ളത്. എല്ലാവരും പെട്ടിയിലായി. അനസാദ്യം പെട്ടിയിലായി, പിന്നെ മൂല്യന്മാരും ആയി എന്നുള്ളതാണ്. ആ മൂല്യന്മാരെല്ലാം കൂടി അനസിന്റെ മുകളിൽ കയറിയാലേ പെട്ടിന്ന് എഴുന്നേൽക്കേണ്ടിയില്ല. ഇതെന്താ മറുപടി അറിയോ? ഞങ്ങളിപ്പോ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ പണ്ട് ജിന്നു കൂടിയത് എന്ന പേരിൽ ആളുകളെ പൊതിരെ അടിച്ചിരുന്നത് പോലെ ഇപ്പോഴും നിങ്ങൾ അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും ഉത്തരം അതാണ് പറഞ്ഞത്. പണ്ട് വാപ്പാനെ തലയുടെ പോലെ എപ്പോഴും നല്ലാറുണ്ടോ എന്ന് വെച്ചാൽ എന്താ ഉത്തരം? ഉണ്ടെന്നോ ഇല്ലാന്നോ? ഇല്ലാന്നോ ഉണ്ടെന്നോ? ഇതാണ് അനുസരിച്ചത്. ഇയാൾ എഴുതി വെച്ച വിഷയത്തിന് ഉമർ മൗലവി എതിരാണോ എന്നൊരു ചോദ്യം. അല്ല എന്ന് പറഞ്ഞപ്പോ പാണില്ലേ എന്നാ അല്ല, അങ്ങനെ അതേ പറഞ്ഞത്. മൂലമാരെ കൂടെ കിടന്നാണ്, മനസ്സിലായില്ലേ? കൂടെ കിടന്നവന് രാപ്പനെ അറിയണം. മുസ്ലിയാക്കന്മാർ പറഞ്ഞ വിഷയം വളരെ വ്യക്തമാണ്. അള്ളാഹുവിനപ്പുറം മറ്റുള്ളവരെ അദൃശ്യമായി അഭൗതികമായി സഹായിക്കുമെന്ന് കരുതി തേടുന്നത്, വിളിക്കുന്നത്, രക്ഷ തേടുന്നത് ഷിർക്കാണ് എന്ന് ഉമർ മൗലവിയും കുഞ്ഞീദ് മദനി. ഇയാൾ എന്ത് ചെയ്ത് അതിലേക്ക് പ്രാർത്ഥന ചേർത്ത് വെച്ചിട്ട് ഒരു തിരിമറി, ഒരു കളി കളിച്ചു. ഈ കളിക്കൊക്കെ ഒരു കാരണമുണ്ട്. കാരണം അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥന അതാകുന്നു ആരാധന എന്ന് മലയാളി സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച ഇസ്ലാമിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ കടക്കൽ കത്തിവെച്ച, അതിൽ വെള്ളം ചേർത്ത ഇവരുടെ നേതാവ് ഡോക്ടർ സക്കരിയ സ്വലാഹി, അവിടെ നിന്നാണ് ഇവർ ഗുരുത്വം സ്വീകരിച്ചത്. അതിന്റെ എല്ലാ കുഴപ്പമുണ്ടാവും ചെയ്യും. ആ സക്കരിയ ഈ വിഷയത്തിൽ മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം കൂടി ചേർത്ത് വായിച്ചാൽ മതി. അപ്പോഴാണ് ഈ ഉത്തരത്തിന്റെ ഗുട്ടൻസ് വിടുക. പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കണ്ടോ? ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കൈവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അപ്പൊ ദൂരത്തെ സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാന്നാണ്. രണ്ടു തീരുമാനം നടത്തിയത്. ഒന്ന്, അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന അടിസ്ഥാന വാക്യത്തെ അട്ടിമറിച്ചു. ആദ്യം ചെയ്ത പണിയതാണ്. അതിനെ അട്ടിമറിച്ചു. ജിന്നുകളോട് സഹായം തേടിയാൽ അവരുടെ കഴിവിൽപ്പെട്ട പല സഹായങ്ങളും ചെയ്തു തരും. ജിന്നിനെ പൂജിച്ചാൽ അവയുടെ കഴിവിൽപ്പെട്ട പല സഹായങ്ങളും ചെയ്തു തരും. പൂജ എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായ പദമാണ് ആരാധന. പൂജയുടെ പര്യായ പദമാണ് ആരാധന. അതിന്റെ അർത്ഥം എന്താ? ജിന്നുകളെ ആരാധിച്ചാൽ അതിന്റെ കഴിവിൽപ്പെട്ട പല സഹായങ്ങളും ചെയ്തു തരും. പ്രാർത്ഥിച്ചാൽ ഉത്തരമില്ല. എന്താ കാരണം? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. അവിടുത്തെ മറിമായ മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയം ഒന്നൊരു ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ എന്നാ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു പോകുന്നത്. അതിന് സൃഷ്ടികളുടെ കഴിവിനെ നാക്കി എന്തിനാ? അപ്പോ ജിന്ന് സൃഷ്ടികൾ കൊടുത്തപ്പെട്ടാണല്ലോ, മലക്ക് സൃഷ്ടികളിൽ പെട്ടതാണല്ലോ. പിന്നെ അവിടെ ശിർക്കുണ്ടോ? സൃഷ്ടാവ് സൃഷ്ടി എന്നല്ലാത്ത വേറെ ഒരു സംഗതി ഉണ്ടോ? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചോദിക്കൽ മാത്രമാകുന്നു ശിർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ശിർക്കില്ല. ചെയ്യണ പണിയൊക്കെ തൗഹീദാവും. കാരണം ഇവിടെയുള്ള ആൾക്കാർ ആരൊക്കെ വിളിച്ചു ബാധിക്കുന്നത്? ഒന്ന് മലക്കിനെ, പിന്നെ ജിന്നിനെ, ശൈത്താനെ, പ്രവാചകന്മാരെ, മറ്റു പല ജീവികളെ. ഇവരൊക്കെ ആരാ? എല്ലാം സൃഷ്ടികൾ. എല്ലാം സൃഷ്ടികൾ. സൃഷ്ടികളുടെ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാകുന്നു പ്രാർത്ഥന എന്ന് പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം അത് നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് ആദ്യം പറഞ്ഞ മനുഷ്യ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചോദിക്കലാകുന്നു പ്രാർത്ഥന. അപ്പോ പ്രാർത്ഥനയും ആരാധനയും രണ്ടാക്കി. പ്രാർത്ഥനയുടെ നിർവചനത്തിൽ പുതിയ ചില വാദഗതികൾ കുത്തി നിരത്തി. എന്നാൽ മറഞ്ഞ മാർഗത്തിലൂടെ അഭൗതികമായി അദൃശ്യമായി മനുഷ്യനെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആദർശത്തെ ഉമർ മൗലവിയും കുഞ്ഞീദ് മദനിയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അബ്ദുസ്സലാം സല്ലമയും മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും പണ്ഡിതന്മാരും മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വാദം. അതാണ് മറഞ്ഞ മാർഗത്തിലൂടെ അദൃശ്യമായി അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യനെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസം. അതാണ് സക്കരിയ ആദ്യം തകർത്തത്. ഇവരൊക്കെ പഠിപ്പിച്ച സ്ഥിതി. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാം സുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. ഉണ്ടോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് സലാം സുല്ലമി പഠിപ്പിച്ച അബദ്ധമാണ്. അല്ല സുഹൃത്തെ, ഇത് ഉമർ മൗലവി പഠിപ്പിച്ചതാണ്, കുഞ്ഞീദ് മദനി പഠിപ്പിച്ചതാണ്, സലാം സുല്ലമി പഠിപ്പിച്ചതാണ്, അദ്ദേഹത്തിന്റെ പിതാവ് അലവി മൗലവി പഠിപ്പിച്ചതാണ്, PP ഉണ്ണിയൻകുട്ടി മൗലവിയും MCC സഹോദരന്മാരും പഠിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ മുഴുവനും പഠിപ്പിച്ചതാ. കാരണം ഖുർആനും ഹദീസും പഠിപ്പിച്ചതാണ്. അത് ഇത്രകാലം പറഞ്ഞു നടന്നതിന് അള്ളാഹ് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിന് തൗഹീദിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? തങ്ങൾ മുവഹിദുകളാന്ന് പറയാൻ പറ്റുമോ? മുജാഹിദാന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ അതുകൊണ്ട് മാത്ര നിങ്ങൾക്ക് നവയാഥാസ്ഥികറി എന്ന് പേരിട്ടത്. വെറുതെട്ടല്ല, നിങ്ങൾക്ക് ഏറ്റവും ഫിറ്റായ പേരെന്നാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാള് ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങളോട് പ്രതികരിച്ചത്. ഇത് ഞാൻ സൂചിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന വാദങ്ങളിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അത് പിന്മാറി. പഴയ വാദം എന്താണ് എന്ന് സക്കരിയ തന്നെ പറയുന്നുണ്ട് മറഞ്ഞ മാർഗത്തെക്കുറിച്ച്. അതൊരു കേട്ടോ. ഈമാൻ കാര്യത്തിൽ ആറാമത്തെ കാര്യം എന്താ? ഖൈറും ചെറും അള്ളാഹുവിൽ നിന്നാണ്. അത് വിശ്വസിക്കണ്ടേ നമ്മള്? അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നതിലാണ് ഖൈറ്, മറവി പറ്റിയതാണ് ദോഷം എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അപ്പൊ ഖൈറും ചെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസത്തിൽ നമുക്ക് തെറ്റുപറ്റുന്നത് കൊണ്ടാണ് നിരവധി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും എടുത്തു പോകാതിരിക്കാൻ കാരണം. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ മതി. നമുക്ക് മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ഖൈറ് വരുത്താൻ പടച്ചോനെ സാധിക്കുള്ളൂ.
മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ദോഷം വരുത്താൻ അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. മറ്റുള്ള നമ്മുടെ ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതിനോ എന്തെങ്കിലും സാധനം കണ്ടതിനോ ഒന്നും നമുക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കണം. ആ വിശ്വാസത്തിൽ കുറവ് വന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില അന്ധവിശ്വാസങ്ങളൊക്കെ മൂടറുത്ത് നശിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത്. അപ്പോ ജിന്നിനെ കുറിച്ചുള്ള ഇവരുടെ വാദഗതികളുടെ ഏറ്റവും അപകടകരമായ ഭാഗമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിന്റെ മറ്റു ചില ഭാഗങ്ങളാണ് ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കയറിക്കൂടും, ജിന്ന് മനുഷ്യന്റെ കോലത്തിൽ വരും, ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടും. അത് അടിച്ചിറക്കുന്ന ഭാഗമാണ് ഇടവണ്ണ ചാത്തലൂരിൽ ഇവർ തുടങ്ങി വെച്ചത്. അവിടെ പീഡിപ്പിക്കപ്പെട്ടത് പെണ്ണാണെങ്കിൽ പൊടിക്കലിൽ പീഡിപ്പിക്കപ്പെട്ടത് ആണാണ് എന്ന് മാത്രം. ഈ പീഡിപ്പിച്ചവനെ ഞങ്ങൾ പിടികൂടും. ഏതാണ്ട് സൂചന കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ആ മുതൽ ഇറങ്ങിയെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒട്ടും വൈകാതെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. കുറെ കാലമായി ഇതൊക്കെ ഇങ്ങനെ പറയുകയും ആളുകളെ പഠിപ്പിക്കുവാൻ വേണ്ടി പണിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ടല്ലോ ഇവിടെ കൂടുതൽ വല്ലാതെ പണിയെടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം തല്ലി ഓടിച്ച സകലമായ ഏടാകൂടകളും പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ. അതിന്റെ ഭാഗമാണ് ഇയാൾ തന്നെ പറഞ്ഞല്ലോ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള വിഷയം. അതിൽ സിഹിറും കാര്യങ്ങളൊക്കെ വന്നു. സിഹിറിനെ കുറിച്ച് പറയുമ്പോ അതിനെ നിഷേധിക്കുന്നവരാണ്, അതുവഴി ഹദീസ് നിഷേധിക്കുന്നവരാണ് എന്നൊക്കെയാണ് നമ്മളെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ ആ വിഷയത്തെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. സിഹിർ എന്നത് അദൃശ്യമായി അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യനെ ഉപദ്രവിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ചെയ്യുന്നൊരു പണിയാണ്. അത് ഫലിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അദൃശ്യമായി അഭൗതികമായി മനുഷ്യനെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അല്ലാഹു അല്ലാത്തവർക്ക് സാധിക്കുമെന്ന വാദം അംഗീകരിച്ചു കൊടുക്കലാണ്. ഇത് അംഗീകരിച്ചു കൊടുത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമല്ല പുറത്തേക്ക് പോവുക, ഇസ്ലാമിൽ തന്നെ പുറത്തേക്ക് പോവും. പോയല്ലോ. കാരണം വാദിച്ച് എവിടെ എത്തിയെന്നറിയോ? സിഹിർ ഇങ്ങനെ പോയി 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 അല്ലാഹുവിന്റെ റസൂലിന് വരെ സിഹിർ വാദിച്ചു എന്ന് പഠിപ്പിച്ചു. ഞങ്ങൾ ആ വിഷയത്തിൽ രണ്ട് കാര്യം പറയട്ടെ. ഒന്ന്, അദൃശ്യമായി അഭൗതികമായി മനുഷ്യനെ ഉപദ്രവിക്കുവാൻ മറ്റൊരു മനുഷ്യന് കഴിയുമെന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അഥവാ സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. രണ്ട്, ഒരാളെങ്ങനെ നോക്കിയിട്ട് അയാൾക്ക് സിഹിർ ഫലിച്ചതാണ്, കണ്ണേർ ബാധിച്ചതാണ് എന്ന് പറയണമെങ്കിൽ അദൃശ്യമറിയുന്ന ആളുകൾ ഭൂമിയിലുണ്ടെന്ന് പറയണം. അദൃശ്യമറിയുന്ന ആളുകൾ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ അതോടുകൂടി ആൾക്ക് ഇസ്ലാമെന്ന് പുറത്തേക്കുള്ള ഗേറ്റ് തുറന്നെടുക്കാം. ഇവിടെയാണ് സിഹിറിന്റെയും അതുപോലെ കണ്ണേറിന്റെയും ഒക്കെ അവസ്ഥ. ഞാൻ ആ വിഷയത്തിലേക്ക് ലേശം എനിക്ക് വരേണ്ടതുണ്ട്. കാരണമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണോ ഇവർ പുറത്തിറക്കിയത് അതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ. എല്ലാ പ്രമേയങ്ങളും അങ്ങനെയാ. ഒരിക്കൽ ഇറക്കിയ പ്രമേയം തിന്മക്കെതിരെ നന്മയിലേക്ക്. അന്നാണ് പള്ളി വിളിക്കാൻ തുടങ്ങിയത്. കാസർകോട്ട് പള്ളി ആദ്യം പൂട്ടി. അതിങ്ങനെ പോന്ന് കരുവന്തിരുത്തി വഴി ഇങ്ങനെ കയറി പാലക്കാട്ടെത്തിയപ്പോ ഒരു പള്ളി പൊളിച്ചിട്ടാണ് അവസാനിപ്പിച്ചു. ക്യാമ്പയിന്റെ സമാപനം പള്ളി പൊളിക്കൽ. പേരെന്താ? തിന്മക്കെതിരെ